ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ടാക്സോണമി ആയിരുന്നു. അവിടെ നമ്മൾ ടാക്സോണമിക്ക് എയ്ഡ് വരെ നോക്കി. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ദ സയന്റിഫിക് മെത്തേഡ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ഓർഗാനിസം ഇൻ ടു ഗ്രൂപ്പ് ജനറലി കോൾഡ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് ജീവികളെ ഗ്രൂപ്പ് തിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചില ശാസ്ത്രീയ രീതികളെയാണ് നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത് ആരാ? അരിസ്റ്റോട്ടിൽ ആണ്. അരിസ്റ്റോട്ടിൽ ആരാ? ഫാദർ ഓഫ് ബയോളജി ആണ് അല്ലെ? അതുപോലെ തന്നെ ഫാദർ ഓഫ് സുവോളജിയും അരിസ്റ്റോട്ടിൽ ആണ്. അപ്പോൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത് അരിസ്റ്റോട്ടിൽ ആണ്. അദ്ദേഹം പ്ലാന്റ്സിനെ ട്രീസ്, ഷ്രബ്സ്, ഹെർബ്സ് എന്ന് തിരിച്ചു. ട്രീസ് നമുക്കറിയാം, ഷ്രബ്സ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടികളാണ്, ഹെർബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔഷധ സസ്യങ്ങളാണ്. അപ്പം മൂന്നായിട്ട് തിരിച്ചു. പിന്നെ അനിമൽസിനെ റെഡ് ബ്ലഡഡ് എന്നും നോൺ റെഡ് ബ്ലഡഡ് എന്നുമാണ് തിരിച്ചത്. അതായത് പ്ലാന്റ്സിനെ മൂന്നായിട്ടും അനിമൽസിനെ രണ്ടായിട്ടും തിരിച്ചു. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അപ്പോൾ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത് അരിസ്റ്റോട്ടിൽ ആണെന്നുള്ളതും ഓർത്തിരിക്കുക. അടുത്തത് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ടു കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ പ്രൊപ്പോണന്റ് ആരാ? കാൾ ലിനിയസ് ആണ്. നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു ഫാദർ ഓഫ് ടാക്സോണമി ആണ് കാൾ ലിനിയസ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 2 ബുക്കുകളാണ്. വേറെ 4 നമ്മൾ പറഞ്ഞു. അതിൽ പറയാത്ത ഒരെണ്ണമാണ് സ്പീഷീസ് പ്ലെന്റേറം. അപ്പോൾ പ്രധാനപ്പെട്ട 2 ബുക്കുകളാണ് സ്പീഷീസ് പ്ലെന്റേറവും സിസ്റ്റമാ നാച്ചുറയും. പിന്നെ 2 കിങ്ഡംസ്. ഏതൊക്കെയാ 2 കിങ്ഡംസ്? കിങ്ഡം അനിമേലിയായും ഉണ്ട്, കിങ്ഡം പ്ലാന്റേയും. അനിമൽസ് എല്ലാം ഉൾക്കൊള്ളുന്ന കിങ്ഡം അനിമേലിയ എന്നും അതുപോലെ പ്ലാന്റ്സിനെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കിങ്ഡം പ്ലാന്റേ എന്ന് പറഞ്ഞ് 2ആയിട്ടാണ് കാൾ ലിനേയസ് വർഗീകരിച്ചത്. പിന്നെ അതിന് പ്രധാനമായിട്ടും യൂസ് ചെയ്ത ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ക്ലോറോഫില്ല്. ക്ലോറോഫില്ലിന്റെ പ്രസൻസിനെയും ആബ്സെൻസിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയത്. അപ്പോൾ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് കാൾ ലിനേയസ് ആണ്. അദ്ദേഹമാണ് ഫാദർ ഓഫ് ടാക്സോണമി. 2 കിങ്ഡംസ് ആണ്, കിങ്ഡം അനിമേലിയയും പ്ലാന്റേയും. അതിന്റെ പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ക്ലോറോഫിൽ ആണ്. ഇനി ഡീമെറിറ്റ്സ് ഓഫ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. നമുക്കറിയാം ഈ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞിട്ട് 3 കിങ്ഡം, 4 കിങ്ഡം, 5 കിങ്ഡം അങ്ങനെ കുറെ എണ്ണം വന്നിട്ടുണ്ട്. അപ്പൊ ഇത് വരാനുള്ള കാരണം എന്താ? ഓരോ തവണ കണ്ടെത്തുന്നതിനും എന്തൊക്കെയോ ഡീമെറിറ്റ്സ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് ടു കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ദിസ് ക്ലാസിഫിക്കേഷൻ ഡസ് നോട്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്രൊക്യാരിയോട്സ് ആൻഡ് യുക്യാരിയോട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതില് വർഗീകരിച്ചപ്പോ എന്താ പ്രൊക്യാരിയോട്ട് എന്നും യുക്യാരിയോട്ട് എന്നും ഉള്ള ഒരു വേർതിരിവ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പ്രൊക്യാരിയോട്സ് എന്ന് പറഞ്ഞാൽ എന്താ? സെൽസ് ലാക്ക് എ ന്യൂക്ലിയസ് ആൻഡ് അതർ ഓർഗനൽസ്. അപ്പൊ പ്രൊക്യാരിയോട്സ് ആയിട്ടുള്ള ജീവികൾക്ക് ന്യൂക്ലിയസും ഓർഗനൽസും ഒന്നും ഉണ്ടായിരിക്കില്ല. യുക്യാരിയോട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ദേ ഹാവ് ട്രൂ ന്യൂക്ലിയസ് ആൻഡ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്. അവർക്ക് ന്യൂക്ലിയസും ഉണ്ട്, മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസും ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് രണ്ടും ഒന്നിച്ചു വന്നാൽ പറ്റത്തില്ല. അപ്പൊ അതൊരു ഡീമെറിറ്റ് ആയിട്ട് മാറി. അടുത്തതാണ് ഇറ്റ് ഡസ് നോട്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗനിസം. അപ്പൊ നോക്കിയേ, യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒറ്റ സെല്ലേ ഉള്ളൂ. മൾട്ടി സെല്ലുലാർ എന്ന് പറഞ്ഞാൽ കുറെ എണ്ണം ഉണ്ട്. അപ്പൊ ഇതും ഇവിടെ ഒന്നിച്ചാണ് വന്നത്. അതിനും പ്രത്യേകിച്ചൊരു വേർതിരിവ് അവിടെ കൊണ്ടുവന്നില്ല. അതിനെ ഒന്നിച്ചുൾപ്പെടുത്തി. അതും അവിടെ ഒരു ഡീമെറിറ്റ് ആയിട്ട് മാറി. അടുത്ത നോക്കിയേ, ഇറ്റ് ഡസ് നോട്ട് ഡിസ്റ്റിങ്വിഷ് ഫോട്ടോസിന്തറ്റിക് ഓർഗനിസം ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗനിസം. അപ്പോൾ അതും ഒരു പ്രശ്നമായി. ഫോട്ടോസിന്തറ്റിക് ഓർഗനിസോ നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗനിസോ അതിനെയും വേർതിരിച്ച് വർഗീകരിച്ചില്ല. അപ്പോൾ പ്രധാനപ്പെട്ട ഡീമെറിറ്റ്സ് ഇതൊക്കെയാണ്. നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് 5 കിങ്ഡം വരുന്നത് കേട്ടോ. അപ്പൊ 2 കിങ്ഡം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതിന്റെ 2 കിങ്ഡം പ്രപ്പോസ് ചെയ്തത് കാൾ ലിനേയസ് ആണ്. കിങ്ഡം അനിമേലിയയും കിങ്ഡം പ്ലാന്റേയും ആണ്. ക്രൈറ്റീരിയ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ക്ലോറോഫിൽ ആണ്. ഡീമെറിറ്റ്സ് നമ്മൾ പറഞ്ഞു. പ്രൊക്യാരിയോട്ടും യൂക്യാരിയോട്ടിനെയും വേർതിരിച്ചില്ല. അതുപോലെ തന്നെ യൂണിസെല്ലുലാറും മൾട്ടി സെല്ലുലാറും ഒന്നിച്ചു കൊണ്ടുവന്നു. ഫോട്ടോസിന്തറ്റിക് ഓർഗനിസത്തിനെയും നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗനിസത്തിനെയും വെവ്വേറെ പറഞ്ഞിട്ടില്ല. ഇതൊക്കെയാണ് അതിന്റെ ഡീമെറിറ്റ്സ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരുടെയാ? ആർ.എച്ച്. വിറ്റേക്കർ ആണ് അത് പ്രപ്പോസ് ചെയ്തത്. ഇൻ 1969 ആർ.എച്ച്. വിറ്റേക്കർ പ്രപ്പോസ്ഡ് ദ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പം 5 കിങ്ഡം ക്ലാസിഫിക്കേഷന് കുറച്ചേറെ ക്രൈറ്റീരിയകൾ പറയുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് നോക്കാം. എന്തിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാ അത്? സെൽ സ്ട്രക്ചർ, താലസ് ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ. മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓട്ടോട്രോഫും വരും, ഹെറ്ററോട്രോഫും വരും. ഓട്ടോട്രോഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഓട്ടോട്രോഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നവ. അതായത്
ഇലകളിലൊക്കെ ഫോട്ടോസിന്തസിസ് വഴി ഫുഡിനെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നവരാണ് ഓട്ടോട്രോഫിക് ആയിട്ടുള്ളവര്. ഹെറ്റോട്രോഫ് എന്താ? ഹെറ്ററോട്രോഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓട്ടോട്രോഫ് ആയിട്ടുള്ള ജീവികളെ ആശ്രയിച്ച് മറ്റുള്ളവയെ ആശ്രയിച്ച് ജീവിക്കുന്ന, അതായത് നമ്മളെ പോലുള്ളവര് മറ്റ് ആനിമൽസിനെ ഒക്കെ കണ്ടിട്ടില്ലേ, അതാണ് ഹെറ്ററോട്രോഫ് എന്ന് പറഞ്ഞാല്. ഓട്ടോട്രോഫ് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നു, ഹെറ്ററോട്രോഫ് ആഹാരത്തിന് വേണ്ടി മറ്റുള്ളവയെ ആശ്രയിക്കുന്നു. പിന്നെ വരുന്നതാണ് റീപ്രൊഡക്ഷൻ. പിന്നെ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? എവല്യൂഷനുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലേ? ബേസ്ഡ് ഓൺ എവല്യൂഷൻ ഓഫ് ദാറ്റ് ഓർഗാനിസം ആണ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. അപ്പൊ 5 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ പ്രധാനപ്പെട്ട ക്രൈറ്റീരിയകളാണ് താലസ് ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, റിപ്രൊഡക്ഷൻ, ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. പക്ഷെ പ്രധാനമായിട്ടും നമ്മൾ ക്വസ്റ്റ്യൻ വൈസ് വരുമ്പം 5 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ക്രൈറ്റീരിയ ചോദിക്കുമ്പോൾ മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് മെയിൻ ആയിട്ടും പറയേണ്ടത്. അത് ഓർത്തിരിക്കുക കേട്ടോ. മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് ക്രൈറ്റീരിയയിൽ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് ആർച്ച് വിറ്റേക്കർ ആണ്. 1969 പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്. അതുപോലെ തന്നെ മറ്റുള്ളവയാണ് സെൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുണ്ട്, താലസ് ഓർഗനൈസേഷൻ, റിപ്രൊഡക്ഷൻ, ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. അടുത്തത് 5 കിങ്ഡംസ്. നമുക്കറിയാം 2 കിങ്ഡം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു കിങ്ഡം പ്ലാന്റേയും അനിമേലിയും, അതും ഇവിടെ ഉണ്ട്. അതിന്റെ കൂടെ തന്നെയാണ് 3 കൂടി ആഡ് ചെയ്തു. അത് ഏതൊക്കെയാണ്? കിങ്ഡം ഫംഗ്ജെ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം മൊനേറ. അപ്പോ 5 കിങ്ഡം ഏതൊക്കെയാന്ന് ചോദിച്ചാൽ കിങ്ഡം മൊനേറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫംഗ്ജെ, കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം അനിമേലിയ. അപ്പൊ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ മനസ്സിലായി കാണുമല്ലോ. അത് പ്രപ്പോസ് ചെയ്തത് ആരാണ്? ആർച്ച് വിറ്റേക്കർ ആണ്. പ്രധാനമായിട്ടുള്ള ക്രൈറ്റീരിയ മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്. അതുപോലെ 5 കിങ്ഡംസ് ആണ്. കിങ്ഡം മൊനേറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫംഗ്ജെ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം അനിമേലിയ. ഇനി ഈ 5 കിങ്ഡംസിനെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനുണ്ട്. അത് വേറൊരു ക്ലാസ്സിൽ നോക്കാം. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇനി നിങ്ങൾ ഓർത്തിരിക്കേണ്ട വേറെ ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ പറഞ്ഞായിരുന്നു 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കാൾ ലിനേയസ് ആണ് പ്രപ്പോസ് ചെയ്തത്. അതുപോലെ തന്നെ 5 കിങ്ഡം നമ്മൾ പറഞ്ഞു. പക്ഷെ പറയാത്ത 2-3 കൂടിയുണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ പോലും ഇത് പ്രപ്പോസ് ചെയ്ത ആളുടെ പേര് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് ഏർണസ്റ്റ് ഹെക്കൽ ആണ്. 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് ഏർണസ്റ്റ് ഹെക്കൽ ആണ്. അതുപോലെ 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് കോപ്ലാൻഡ് ആണ്. കോപ്ലാൻഡ്. 5 കിങ്ഡം ആർച്ച് വിറ്റേക്കർ. 6 കിങ്ഡം 5 കഴിഞ്ഞിട്ട് ഒരു 6 കൂടി വന്നിരുന്നു. ആ 6 കിങ്ഡം കൊണ്ടുവന്നത് കാൾ വോസ് ആണ്. കാൾ വോസ്. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കാൾ ലിനേയസ്, 3 കിങ്ഡം ഏർണസ്റ്റ് ഹെക്കൽ, 4 കിങ്ഡം കോപ്ലാൻഡ്, 5 കിങ്ഡം ആർച്ച് വിറ്റേക്കർ, 6 കിങ്ഡം കാൾ വോസ്. മനസ്സിലായി കാണുമല്ലോ. അപ്പൊ നമ്മൾ 5 കിങ്ഡം പറഞ്ഞു, ആർച്ച് വിറ്റേക്കറിന്റെ ആന്ന് പറഞ്ഞു, പിന്നെ 2 കിങ്ഡം കാൾ ലിനേയസിന്റേതാന്ന് പറഞ്ഞു, അതുപോലെ തന്നെ 3 കിങ്ഡം ഏർണസ്റ്റ് ഹെക്കലിന്റേതാണ്. പിന്നത്തെ 2 ഈ പേരുകളും കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളൂ. എനിക്കറിയാം ഞാൻ സ്പീഡ് കൂട്ടിയാ പറയുന്നതെന്ന് എനിക്കറിയാം. നിങ്ങൾ നോട്ട് എഴുതി വെച്ച് തന്നെ പഠിക്കാൻ. ഞാൻ മാക്സിമം എല്ലാ ഭാഗങ്ങളും കൂടി ഉൾപ്പെടുത്തി തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.